ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവയുടെ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കിന് വേണ്ടി നമ്മൾ അയച്ചാണ്. ഈ എൻജിൻ വർക്ക് ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വീല് മാറ്റിയിട്ടാണ്, ഏതൊരു വർക്ക്ഷോപ്പിൽ കയറ്റി മാറ്റിയിട്ടാണ്. ഇത് നിലവിൽ നമുക്ക് ആക്റ്റീവ 4G 3G ആണ് വണ്ടി. 3G വണ്ടിക്ക് വേരിയേറ്റർ ബോഡി മാറ്റിയതാണ്. ഒന്നാമത് കമ്പനി ആയിട്ടല്ല, പിന്നെ ആക്റ്റീവ 125-ൻ്റെയാണ് ഈ പറയുന്ന യൂണിറ്റ്. അതാണ് നമ്മുടെ 3Gക്ക് കയറ്റിയാണ് കേട്ടോ. അപ്പോൾ അതും ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അങ്ങനെ മാറ്റിയിട്ടപ്പോൾ വന്നാണ് പ്രോബ്ലം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ വീല് ടൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ഇവിടെ വന്ന് വീല് ടൈറ്റ് ചെയ്തില്ല. ടൈറ്റ് ചെയ്യാണ്ട് വന്നപ്പോൾ അതിൻ്റെ ക്രാങ്കിൻ്റെ മില്ലിങ് പോയതുണ്ട്. ഈ സൈഡ് ഇതേപോലെ മില്ലിങ് വേണം. അത് മൊത്തം പോയിട്ട് ശരിക്കും റഫായി പോയത്, അതായത് ശരിക്കും ഫ്ലാറ്റായി പോയി. അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഈ ക്രാങ്ക് അസംബ്ലിയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അയച്ചു മാറ്റാനാണ് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അയച്ചാണ്. അപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം കംപ്ലയിൻസ്, അതായത് ഇപ്പോൾ നമ്മൾ അയച്ച് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റ് മാത്രമായിട്ട് നമുക്ക് മാറ്റൽ പോസിബിൾ അല്ല. കാരണം അതിനോടനുബന്ധിച്ച് തന്നെ വർക്കുകളും കൂടി കൂട്ടത്തികൾ നമ്മൾ ചെയ്തു പോകണം. അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും അധിക ചിലവായിട്ട് വരും. അപ്പോൾ ക്രാങ്ക് അസംബ്ലി എന്തെങ്കിലും നമുക്ക് മാറ്റണം. പിന്നെ ഈ സിലിണ്ടർ പിസ്റ്റണൊക്കെ അത്യാവശ്യം തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടർ പിസ്റ്റണും കൂടി കൂട്ടത്തികൾ മാറ്റി നമ്മൾ ചെയ്യുന്ന ഭാഗം ക്ലിയർ ചെയ്ത് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ ഞാൻ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. ഇതിപ്പോൾ നമുക്ക് ഈ ഭാഗം ഓൾറെഡി വന്നിപ്പം ഇപ്പുറത്തെ ക്രാങ്കിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ ചെയ്യുമ്പോൾ അത് ക്ലിയറായി പോയിക്കോളും. ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യണത്. അതേപോലെ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, ഈ വാൽവ് 2 ലേത്തി കൊടുത്ത് നമ്മൾ മാറ്റി അതിൻ്റെ ഗൈഡൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യും. പിന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ലേത്തി തന്നെ കൊടുത്ത് നമ്മളത് മാറ്റി ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഹെഡിൻ്റെ വർക്ക് ലേത്തിലേക്ക് വിടും നമ്മളെന്തെങ്കിലും വാൽവ് സീറ്റിങ്ങിനൊക്കെ ആയിട്ട്. ബാക്കി ക്രാങ്ക് സിലിണ്ടറൊക്കെ നമുക്ക് ഓൾറെഡി കമ്പനി ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റം വരും, നമുക്ക് ഐറ്റം മാറ്റിയിടാം. പിന്നെ ഈ ഒരു ഐറ്റം കൂടി നമ്മൾ മാറ്റി കളയും. കാരണം ഒന്നാമത് ഇത് ഇന്ത്യ അല്ല, ആക്റ്റീവ 125-ന് വന്നതാണ് ഇതുമ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. തന്നിൽ ഇത് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് താനും. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട വർക്ക് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ എഞ്ചിൻ ഭാഗം അഴിക്കുമ്പോൾ കാർബറേറ്റർ അസംബ്ലിയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യണം. എയർ ഫിൽറ്റർ മാറ്റിയിടണം, സെക്കൻഡറി ഫിൽറ്റർ മാറ്റണം, സ്പാർക്ക് പ്ലഗ് അതെല്ലാം ഉൾപ്പെടുത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ എഞ്ചിൻ്റെ ഭാഗം ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഞാനതിനകത്ത് ഒരു എസ്റ്റിമേറ്റ് ആക്കാം, അതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അത് നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം റിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട്, ഈ സൈഡൊക്കെ ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഐറ്റംസ് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. അതിനകത്ത് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും നമുക്ക് മാറ്റേണ്ടി വരാൻ വഴിയില്ല. അഴിക്കുമ്പോൾ അതിൻ്റെ ഓയിൽ സീല്, ബെയറിങ്, ഗ്യാസ്കറ്റ്, ഓയിൽ ഇതൊക്കെ മാറ്റിയാൽ മതി. പിന്നെ ക്ലച്ചിനകത്തും നമുക്ക് ആ ഭാഗം മാത്രം ചെയ്താൽ മതി. ബാക്കിയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാൽ പോലും നമുക്ക് പുറമേ തന്നെ അഴിച്ച് ചെയ്യാവുന്നതാണ്, സർവീസിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പിന്നീട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് ചെയ്താൽ മതി. നമുക്ക് ക്ലച്ച് ഗ്രീസിങ് ഒക്കെ കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടാം കേട്ടോ. എത്രയാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ 1 വർഷത്തെ വാറണ്ടിയിലാണ് തന്നെ നമ്മൾ ചെയ്യണേ. 1 വർഷം വാറണ്ടി, 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ നമുക്ക് വാറണ്ടി ഉണ്ടാവും, പാർട്സുകൾ മാറ്റി ചെയ്യുമേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ വണ്ടി വർക്കിന് കയറ്റുമ്പോൾ ചെയ്യുന്ന പാർട്സുകൾ മാറ്റുന്ന ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോ സഹിതം അപ്ലോഡ് ചെയ്തേക്കാം. അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ വാട്സാപ്പിൽ തരുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കൊടുത്തേക്കാം, ക്രാങ്ക്, സിലിണ്ടർ, ബാക്കിയത്തെ വന്ന വർക്കുകളുടെയൊക്കെ. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് നമുക്ക് വണ്ടി അയച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ബുഷ് സെറ്റ്, ലിങ്ക് ബുഷ്, ഗ്രീൻ ബുഷൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്, ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അതൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ ഈ എഞ്ചിൻ്റെ ഭാഗം പക്കയായിട്ട് ചെയ്യാം, പക്ക ക്ലിയറായിട്ട് നമ്മൾ ചെയ്യാം. അതിന് ശേഷം വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ഡാമേജുള്ള ഐറ്റം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്തു പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഏതായാലും ബുഷുകളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്, ബ്രേക്കൊക്കെ എനിക്ക് തോന്നുന്നു ബ്രേക്ക് കംപ്ലയിൻ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ എഞ്ചിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത്. അപ്പോൾ കണ്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിപ്ലൈ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിലവിൽ നമുക്ക് ആ വാട്സാപ്പിൽ നമ്മൾ കോൺടാക്റ്റ് നമ്പറിൽ തന്നെ വിളിച്ച് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക കാര്യങ്ങൾ കേട്ടോ. അതിന് ശേഷം മാത്രം നമുക്ക് അപ്രൂവൽ തരാം. അപ്പോൾ അതും പ്രകാരം നമുക്ക് വർക്ക് ആ രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.